കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് കൊളുക്കുമലയിലേക്കാണ് പോണത്. ഫ്രഷ് ആയി റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മൂന്നാർ ടൗണിൽ പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പോകുന്നത്. സംഭവം മസാല ദോശയൊക്കെ കഴിച്ചാൽ കൊള്ളാന്നുണ്ട്, എന്നാലും ഇപ്പൊ അത് വയറ്റിലേക്ക് പോകില്ല എന്നുള്ള കാരണം കൊണ്ട് ഞാൻ പൂരിയാണ് ഓർഡർ ചെയ്ത് സാധനം കയ്യിൽ കിട്ടിയപ്പോൾ അത് എന്നെക്കാളും വലിയ സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് അതിന്റെ കൂടെ തന്നെ ഞാൻ എന്റെ മരുന്നും എടുത്ത് കഴിച്ച് ചെറിയൊരു പനി വരുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇനി നമ്മള് കൊളുക്കുമലയിലേക്ക് സൂര്യനെല്ലിയിലേക്ക് പോകാനുള്ള വഴി നോക്കാണ്. ഇവിടെ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെ ജീപ്പ് സ്റ്റാൻഡും ഉണ്ട്. ഞാൻ ജീപ്പിലാണ് സൂര്യനെല്ലിയിലേക്ക് പോണത്. ഷെയർ ജീപ്പിലായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ജീപ്പ് ഫുള്ളായിട്ട് മാത്രമേ ഇവര് സൂര്യനെല്ലിയിലേക്ക് ഇവിടുന്ന് സ്റ്റാൻഡിൽ നിന്ന് ജീപ്പ് എടുക്കുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് പോകുമ്പോൾ പെർ ഹെഡ് 100 രൂപയാണ് വരുന്നത് കേട്ടോ. നമുക്ക് സൂര്യനെല്ലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ഡയറക്റ്റ് കോഴിക്കോട് നിന്നോ അല്ലെങ്കിൽ എറണാകുളത്ത് നിന്നൊക്കെ വരികയാണെങ്കിൽ എറണാകുളത്ത് നിന്ന് സൂര്യനെല്ലിയിലേക്ക് ഒരു ഡയറക്റ്റ് ബസ് തന്നെ ഉണ്ട്. ഇനി അങ്ങനെയല്ല, നിങ്ങളിപ്പോ എന്നെ പോലെ മൂന്നാറിൽ നിന്ന് നേരെ സൂര്യനെല്ലിയിലേക്ക് പോവുകയാണെങ്കിൽ ഡയറക്റ്റ് ബസ്സിൽ പോകുന്നേക്കാളും നല്ലത് ജീപ്പിൽ പോവായിരിക്കും. അങ്ങനെ പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല, മൂന്നാറിൽ നിന്ന് ഡയറക്റ്റ് സൂര്യനെല്ലിയിലേക്ക് ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പൂപ്പാറ തേനിയൊക്കെ റൂട്ടിൽ പോകുന്ന ബസ്സിലായിരിക്കും കയറേണ്ടി വരിക. അപ്പൊ നമ്മൾ തേനി ബസ്സിലൊക്കെ കയറിയിട്ട് പവർ സ്റ്റേഷന്റെ അടുത്ത് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെയും സൂര്യനെല്ലിയിലേക്ക് ഓട്ടോ പിടിക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാളും നല്ലത് അവിടെ നിന്ന് ഒരു ജീപ്പിലാണെങ്കിൽ ഇവിടുന്ന് എപ്പോഴും ഷെയർ ജീപ്പുകൾ സൂര്യനെല്ലിയിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ജീപ്പ് ഫില്ല് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും ഒരു 100 രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് സുഖമായിട്ട് സൂര്യനെല്ലിയിൽ എത്താൻ കഴിയും. മാത്രമല്ല പോകുന്ന വഴിക്കുള്ള ചില സ്ഥലങ്ങൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ അവർ നിർത്തി തരുകയും ചെയ്യും. കാരണം ആ ഒരു ജീപ്പിൽ ഭൂരിഭാഗവും ഈ ഒരു കൊളുക്കുമലയിലേക്ക് പോകുന്ന സഞ്ചാരികളായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല നമ്മൾ ഈ ഒരു ജീപ്പ് ഡ്രൈവർ എടുത്ത് പറയുകയാണെങ്കിൽ അവർ തന്നെ നമ്മളെ പ്രോപ്പർട്ടിയിൽ, അതായത് സൂര്യനെല്ലി ടൗണിൽ ഇറക്കാതെ നമ്മളെ നേരെ നമ്മൾ ബുക്ക് ചെയ്ത പ്രോപ്പർട്ടിയിൽ തന്നെ കൊണ്ട് ഇറക്കി തരും. ചിലപ്പോൾ ഒരു 50 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ ഒക്കെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. എന്നാലും നമുക്ക് നേരെ നമ്മളെ പ്രോപ്പർട്ടീന്റെ മുന്നിൽ തന്നെ പോയി ഇറങ്ങാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു യാത്രയിലേക്ക് വരാം. മൂന്നാറിൽ നിന്ന് ഞാൻ കയറിയ ജീപ്പ് ആളുകളൊക്കെ കയറി ഫുള്ളായി സൂര്യനെല്ലിയിലേക്ക് പോയോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജീപ്പിൽ മെയിൻ ആയിട്ട് കൊളുക്കുമല കാണാൻ വന്നിട്ടുള്ള എന്നെ പോലുള്ള സഞ്ചാരികൾ തന്നെയാണ് കേട്ടോ. ജീപ്പിൽ വെച്ച് നമ്മൾ എല്ലാവരും തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ട ജീപ്പിലുണ്ടായിരുന്ന ഒരു അമ്മയ്ക്ക് നമ്മളെടുത്ത് പറയാൻ ഒരുപാട് കഥകളുണ്ടായിരുന്നു. കഥകളല്ല, അവരുടെ ജീവിതം തന്നെയായിരുന്നു. അവര് കുറച്ചധികം കാലം തന്നെ തേയിലത്തോട്ടങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഇവരെ വീട് സൂര്യനെല്ലിയിലാണ്. മൂന്നാറിലേക്ക് വന്നത് ഇവരെ ഈ ഒരു പെൻഷന്റെ കാര്യങ്ങൾ മറ്റുമൊക്കെ റെഡിയാക്കാൻ വേണ്ടിട്ടാണ്. நான் பிறந்த ஊர் கோத்தகிரி. கோத்தகிரி பார்த்தாச்சு. அஜய் அங்க இருந்து எப்படி இங்க வந்து என்னை இங்க கட்டி கொடுத்தாங்க. அங்க இருந்து சொந்தம் மாப்பிள்ளை, அதனால இங்க கட்டி கொடுத்தாங்க. அவர் இந்த நுள்ளு வேலை செய்து அவரும் வேலை செய்யறாரு. அவரும் இதே எஸ்டேட்ல பிறந்து சூரியநெல்லியில இப்ப நம்ம போறோமே அதே ஊர்ல பிறந்து அதே ஊர்ல வளர்ந்ததுதான். இந்த சர்வீஸ்ல எவ்வளவு வருஷம் ஆச்சு? எவ்வளவு வருஷம் சர்வீஸ் பண்றீங்க? அதான் இந்த போன முந்தின மாசத்தோட முடிஞ்சு 58 வயசு. 58 வயசு ரிட்டையர்மெண்ட். ஆமா, 58 வயசு ஆச்சு. 1964ல பிறந்தேன். பென்ஷன் கிடைக்குமா? பென்ஷனுக்கு தான் இப்ப வந்து எழுதி கொடுத்துட்டு போறேன் இங்க பேங்க்ல. இன்னுமே தான் பென்ஷன் கிடைக்கும். எவ்வளவு இருக்கும் பென்ஷன்? பென்ஷன் போன வருஷத்துல வந்து 400 ரூபா, 410 ரூபா சம்பளம் இருந்துச்சு முந்தின வருஷம். இந்த வருஷம் இந்த முடியிற வருஷத்துல 40 ரூபா கூட்டியிருக்காங்க. அப்படிங்க போகும்போது எங்க வீட்டுக்காரர் 58 வயசுல ரிட்டையர்டு வாங்க போகும்போது 2200. எனக்கு கிடைச்சா எப்படி 3000 ரூபா கிடைக்கும் மந்த்லி. ஆமா, 3000 ரூபா கிடைக்கும் பென்ஷன். இந்த இஎஸ்ஐ மட்டும் ஹாஸ்பிட்டல் ஆஸ்பத்திரியில மாத்திரை மருந்து கொடுப்பாங்க எங்களுக்கு. மாத்திரை மருந்தெல்லாம் அதெல்லாம் கம்பெனி கொடுக்குது, இல்லைன்னுலாம் சொல்ல முடியாது. மாத்திரை கிடைக்கும், மாத்திரை கொடுப்பாங்க, காய்ச்சலுக்கு ஊசி போடுவாங்க, எல்லாம் செய்வாங்க, அதெல்லாம் கொடுப்போம். டெய்லி 440 ரூபா, 440 சில்லற. நம்ம கொழுந்து வெட்டுறதை வச்சு ஒரு நாளைக்கு 500 ரூபா சம்பளம் விடுவோம். ഈ കാണുന്ന ഈ ഒരു സാധനം വെച്ചാണ് ഇവര് തേയില നുള്ള എന്നല്ല ഇവര് പറയാറ്, കൊളുന്ത് നുള്ള എന്നാണ് പറയാ. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക, ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാന്നൊക്കെ ഉള്ളത് ഇവര് കംപ്ലീറ്റ് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നും കാണിച്ചു തന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ല ഷാർപ്പ് ആയിരിക്കും അല്ലേ? വെട്ടി എടുക്കണം.
പരിപാടി. പ്ലാസ്റ്റിക് കവർ വെച്ച് ഇത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് பிளாஸ்டிக் கவர் இப்படி கொடுக்கும், இப்படி இது ரெண்டு இப்படி மூடி வைக்கும், வெட்டுறது உள்ள போகும், அதுக்கப்புறம் இப்படி கட்டணும், இப்படி கட்டணும், வெட்டுறது இப்படி வெட்டணும், இப்படி கட்டணும். ടൗണിലെത്തിയിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തന്നാലേ. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു, നമ്മൾ ഷെയർ ജീപ്പിൽ പോകുമ്പം ഡ്രൈവറെ അടുത്ത് നമ്മളൊന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട സ്ഥലത്തൊന്ന് നിർത്തി തരും എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ നമുക്ക് വേണ്ടി ജീപ്പ് ഡ്രൈവർ നിർത്തി തന്നതാണ്. ഈ ചേച്ചി നമുക്ക് കൊളുന്ത് എങ്ങനെ നുള്ളുക എന്നുള്ളത് കാണിക്കാൻ പോവാണ്, അതായത് തേയില നുള്ളുന്നത് കാണിച്ചു തരാൻ പോവാണ്. അങ്ങനെ നമുക്ക് ജീപ്പിൽ കയറാനുള്ള സമയമായി. ആകെ കുറച്ച് സമയമാണ് കേട്ടോ നമുക്ക് പുറത്ത് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ കിട്ടിയത്. അങ്ങനെ നമ്മൾ വേഗം ജീപ്പിൽ കയറി. പിന്നീട് അങ്ങോട്ട് നമുക്ക് ഈ ചേച്ചിമാർ രണ്ടുപേരും തന്നെ അരിക്കൊമ്പന്റെയും ചക്കക്കൊമ്പന്റെയും ഒക്കെ കഥകൾ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഥകളല്ല, അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ്. ഇപ്പൊ പഴയ അടുത്തുണ്ട്, മുരിവാലനുണ്ട്, ചക്കക്കൊമ്പനുണ്ട്, ചക്കക്കൊമ്പ് പൊറ്റയ്ക്കായില്ല, അരിക്കൊമ്പൻ പോയിട്ട് അരിക്കൊമ്പ പോയിട്ട് ഉണ്ട്. കുറച്ച് ദിവസം ശല്യമില്ലായിരുന്നു. നാടാണ് ഇത്, ഇതെല്ലാം അരിക്കൊമ്പന്റെ സ്ഥലം. ഇത് അവരെല്ലാം ഈ ഇവിടെയാണ് അരിക്കൊമ്പൻ നടന്നിരുന്നത്. ഇതെല്ലാം അരിക്കൊമ്പൻ നടന്ന സ്ഥലങ്ങളാണ്. ആന എന്താ സ്ഥലം? ആനയിറങ്ങം. ആനയിറങ്ങൽ, അതാണ് പേര് ആനയിറങ്ങൽ. ആന അവിടെ ഇറങ്ങി വെള്ളം കുടിക്കും. ആനയിറങ്ങൽ ഡാം. ഡാം എന്നാ കാണുന്ന பாருங்க. ഇനി ചക്കക്കൊമ്പനും ഇവിടെ വരും. ചക്കക്കൊമ്പനും മുരിവാലനൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാനാ, അരി തിന്നാതിരുന്നാ കുഴപ്പമില്ല. ഇവിടെ അരി തിന്നത് കൊണ്ടല്ലേ ഞങ്ങൾ കൊണ്ടുപോയി. അരി തിന്നില്ലായിരുന്നെങ്കിൽ അരിക്കൊമ്പൻ ഇവിടെ അരി തിന്നത് കൊണ്ട് രസം കടയൊക്കെ പൊളിച്ചു പോയത് കൊണ്ട് അരിക്കൊമ്പനെ വിട്ടുപോയി. നല്ല അരിക്കൊമ്പ ഇപ്പൊ എവിടെയാ പോകുന്നത്? ഇവിടെ വരെ വന്നിട്ട് അരിക്കൊമ്പൻ ഇരിക്കുന്ന സ്ഥലം പോലെ അറിയാത്തവര് അന്ന് പോവുക. അരിക്കൊമ്പന്റെ സ്ഥലം, അരിക്കൊമ്പന്റെ സ്വന്തം നാടല്ലേ ഇത്? ആനയിറങ്ങാൻ ഡാം. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു യാത്ര ചെയ്യാന്നൊക്കെ ഉള്ള എന്റെ മെയിൻ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അതായത് അവിടെയുള്ള ആളുകളായിട്ട് സംസാരിക്കുക, അവിടെയുള്ള അവരെ ജീവിതം അറിയുക, ഇതൊക്കെ തന്നെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഈ ഒരു യാത്രയിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത, എനിക്ക് അത്രയും സന്തോഷമായിട്ടുള്ള കുറച്ച് നല്ല ഓർമ്മകളാണ് ഈ ഒരു ജീപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു യാത്ര ഞാൻ ഒറ്റയ്ക്കാണ് തുടങ്ങിയതെങ്കിലും വഴിയിൽ വെച്ച് എനിക്ക് ഓരോരോ നല്ല മനുഷ്യന്മാരെങ്ങനെ കിട്ടിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ എനിക്ക് ഈ യാത്രകളിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ. അങ്ങനെ സൂര്യനെല്ലി എത്തിയപ്പോഴേക്കും നമ്മളെ ജീപ്പിലുണ്ടായിരുന്ന ഒരുവിധം എല്ലാവരും തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ പോലെ തന്നെ കൊളുക്കുമല കാണാൻ വന്നവരാണ് ഭൂരിഭാഗം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരൊക്കെ അവരവർ ബുക്ക് ചെയ്ത പ്രോപ്പർട്ടിയിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മളെ ജീപ്പിൽ കുറച്ച് പേരൂടെ ഉണ്ട്. ഒരു ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊളുക്കുമല കാണാൻ വേണ്ടിയിട്ട് വന്നൊരു ടീമാണ്. ഇതിലെ കോമഡി എന്താന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടപ്പോൾ അവര് ബുക്ക് ചെയ്ത പ്രോപ്പർട്ടി വേറെയും ഞാൻ ബുക്ക് ചെയ്ത പ്രോപ്പർട്ടി വേറെയാണ്. ഞാൻ ടെൻവില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടിയും അവര് മൂന്നാർ ആയുവ എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ അവസാനം ജീപ്പിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ രണ്ട് കൂട്ടരും ഒരേ പ്രോപ്പർട്ടീന്റെ മുന്നിലാണ്. അങ്ങനെ അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങാണ് കേട്ടോ. പ്രോപ്പർട്ടിയിലേക്ക് നേരെ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് അവിടുത്തെ വാൾ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ആള് നല്ല തകൃതിയായിട്ട് നല്ല അടിപൊളി പെയിന്റിങ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ പെയിന്റിങ് കാണുമ്പോൾ ഞാൻ ഇന്നെ തന്നെയാണ് കേട്ടോ ആ ഒരു ഗേളിന്റെ സ്ഥാനത്ത് ഇമാജിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ. ചെന്നപ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടെന്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റി നടന്ന് കാണാം. ഈ ഒരു പ്രോപ്പർട്ടി പെർ ഹെഡ് നമുക്ക് 1800 രൂപയ്ക്കാണ് കേട്ടോ വരുന്നത്. ആ ഒരു 1800 രൂപയിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സഫാരിയും, അതുപോലെ തന്നെ ഈവനിങ് വരുന്ന നമ്മുടെ ഫാൻഡം ഹിൽ ട്രെക്കിങ്ങും, അതുപോലെ തന്നെ ക്യാമ്പ് ഫയറും മ്യൂസിക്കും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും വെൽക്കം ഡ്രിങ്കും, അങ്ങനെ എല്ലാം തന്നെ ടെന്റ് സ്റ്റേയും ഒക്കെ എല്ലാം കൂടെ വരുന്നൊരു പാക്കേജ് ആണ് ഇത്. അറ്റ് എ ടൈം ഒരുപാട് പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാവുന്ന രീതിക്കാണ് ഇവിടെ ടെന്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് തന്നെ ടെന്റുകളൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് വരുന്നത്. മാത്രമല്ല ഇവിടുത്തെ ടെന്റുകളായാലും ബാത്റൂം ആയാലും ഒക്കെ തന്നെ നല്ല നീറ്റ് ആയിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്കൊരു പാർട്ട്ണറെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദാ ഈ കിടക്കുന്നതാണ് ആള്.
ഒന്നങ്ങോട്ട് നോക്കിക്കേ, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീന്റെ മുന്നിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. എന്തൊരു അടിപൊളിയല്ലേ കാണാൻ തന്നെ. ഈവനിങ് ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഫ്രഷ് ആയി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല ചൂട് ചായയും ബിസ്ക്കറ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാക്കേജിലുള്ള ഈവനിങ് ട്രെക്കിങ്ങിന്റെ ടൈം ആയിട്ടുണ്ട്. ഫാൻഡം ഹില്ലിലേക്കാണ് പോണത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഗൈഡ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഞാൻ മാത്രമല്ല കേട്ടോ ഈ ഒരു ദിവസം സോളോ ആയിട്ട് ബുക്കിംഗ് വന്നിട്ടുള്ളത്. ഈ കാണുന്ന നമ്മുടെ ഗൈഡിന്റെ കൂടെ നടക്കുന്ന പുള്ളിയും പാലക്കാട് നിന്നാണ്. ആളും സോളോ ആയിട്ട് തന്നെയാ വന്നത്. അതുപോലെ തന്നെ കർണാടക നിന്ന് ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഈ ഒരു ദിവസം സോളോ ആയിട്ട്. ഫാൻഡം ഹിൽ ട്രെക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനെല്ലിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ട്രെക്കിംഗ് തന്നെയാണ് കേട്ടോ. ഞാൻ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയിൽ നിന്നാണെങ്കിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ 6 കിലോമീറ്റർ ആയിരിക്കും നമ്മളെ ഒരു ട്രെക്കിംഗ് ഡിസ്റ്റൻസ് വരുന്നത്. ഇത്രയും നല്ല കിടിലം വ്യൂ ഉള്ള റോഡിലൂടെയാണ് കേട്ടോ നമ്മൾ ഫാൻഡം ഹില്ലിലേക്ക് പോയോണ്ട് നിൽക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും കാണാൻ പറ്റുന്നത് നീണ്ടു നിരന്ന് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും മലനിരകളും ഒക്കെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് റോഡിലൂടെയാണ് പോണത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു ട്രെക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും തന്നെ ഈ കാണുന്ന വ്യൂ ഒക്കെ ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മെല്ലെ മെല്ലെയാണ് ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ നമുക്ക് സൺസെറ്റ് ആവുമ്പോഴേക്കും മുകളിലേക്ക് എത്തണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇനി ടാറിട്ട റോഡുകൾ ഒന്നുമില്ല കേട്ടോ. ഇനിയുള്ളതൊക്കെ തന്നെ ഇപ്പൊ ഈ കാണുന്ന പോലുള്ള വഴികളും ഇതിലും മോശമായിട്ടുള്ള വഴികളൊക്കെയാണ്. ഫുള്ള് നമ്മൾ ഈ ഒരു ട്രക്കിങ്ങിന്റെ ഭൂരിഭാഗവും വരുന്നത് ഈ കാണുന്ന തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ് കേട്ടോ. നമ്മൾ ട്രക്ക് ചെയ്ത് കുറച്ചുകൂടെ മുകളിലേക്ക് എത്തിയാൽ ഈ കാണുന്ന തേയിലത്തോട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. അത് വേറെ കാര്യം. അപ്പൊ പിന്നെ വേറെ തന്നെ നല്ല കാഴ്ചകളായിരിക്കും കാണാനുണ്ടാവുക. അങ്ങനെ നടന്ന് നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നമ്മളെ വ്യൂ പോയിന്റിലേക്ക് അല്ല കേട്ടോ. വ്യൂ പോയിന്റ് അല്ലെങ്കിൽ നല്ല കിടിലം വ്യൂ തന്നെയാണ് ഇവിടുന്ന് ഉള്ളത്. ഇവിടെ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ശേഷമായിരിക്കും മുകളിലേക്ക് പോവുക. കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പിന്നെയും മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇനി കുറച്ചു നേരം കൂടെ നടന്നാൽ നമ്മളെ മെയിൻ ലൊക്കേഷനിൽ എത്തി. എന്നോടും പറയണേ, ഞാനും കണ്ണടച്ചിരിക്കാം. തല പതിയെ കണ്ണുവർക്ക് സ്ലോലി, എന്നിട്ട് പതിയെ കണ്ണുവർക്ക് താഴേക്ക് നോക്കി. എന്റെ അമ്മോ. അങ്ങനെ നമ്മളെ കുറച്ചു നേരത്തെ ട്രെക്കിങ്ങിന് ശേഷം നമ്മുടെ മെയിൻ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കൂ. എന്തൊരു അടിപൊളിയാണെന്ന് അറിയോ. ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുനോക്കൂ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു വഴി കണ്ടത്. അപ്പൊ ഒന്ന് അതിലെ പോയി നോക്കാം. കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്ന് കരുതി ഇറങ്ങിയതാണ്. നേരെ ചെന്നത് ഈ കാണുന്ന കുറേ മരങ്ങളൊക്കെ ഉള്ള കുത്തനുള്ള ഒരു ഭാഗത്തേക്കാണ്. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഭംഗി ഈ ഒരു വീഡിയോയിലൊന്നും കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. ഒരു ഹോളിവുഡ് പടമൊക്കെ കാണുന്നൊരു ഫീൽ ആയിരുന്നു. അവിടേക്ക് ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ മെയിൻ വ്യൂ പോയിന്റിലേക്ക് തന്നെ വന്നിട്ടോ. സൺസെറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട്. ഇവിടെ എത്ര നേരം എന്നറിയില്ല, കുറച്ച് അധികം നേരം തന്നെ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സംസാരിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ ഇവിടുത്തെ ഈ ഒരു ശുദ്ധവായു ശ്വസിച്ച് ഇവിടുത്തെ കാഴ്ചയും കണ്ട് ചുമ്മാ ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു വ്യൂ പോയിന്റിന്റെ കുറച്ചും കൂടി ഒന്ന് താഴേക്ക് വന്ന കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കാണുന്നതൊക്കെ. അങ്ങനെ നമുക്ക് ഇവിടുന്ന് റിട്ടേൺ ഇറങ്ങാനുള്ള സമയമായിട്ടോ.
നല്ലായിരുന്നു. കുറച്ചൊരു 8 കൊല്ലം മുമ്പ്. അപ്പൊ ഇതിന്റെ പേര് വന്ന് പാപ്പാത്തിച്ചോല. 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 പാപ്പാത്തി എന്ന് പറഞ്ഞ തമിഴിലെ ഒരു മീനിങ് ഉണ്ട്. ബ്രോ നിങ്ങൾ പറഞ്ഞു പട്ടാമ്പൂച്ചി, ബട്ടർഫ്ലൈ, അങ്ങനെയൊക്കെ പറയുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ആണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇതായിരിക്കും. മക്കളെയൊക്കെ പാപ്പാത്തി എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. പാപ്പാത്തി പട്ടാമ്പൂച്ചിയുടെ ഒരു അതായത് ഈ ബട്ടർഫ്ലൈയുടെ ഒരു പറ്റിയിടാണ്. അപ്പൊ ഇത് ഒരു കാലത്ത് ഇവിടെ സജീവമായിട്ട്, അതായത് ഈ ഒരു ഏത് പറയാനാ, ഒരു സീസൺ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫോമിങ് കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ ഈ സിനിമയിലൊക്കെ കാണുന്നില്ല, ഗ്രാഫിക്സിൽ ഇങ്ങനെ ഒരു മിസ്റ്റർ ഉണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഫോമിങ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇത് ഇപ്പൊ ഇല്ലാത്തതിന്റെ കാരണം. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഇപ്പൊ തന്നെ ഇവിടെ 4G ആണ് ഇതിന്റെ റേഡിയേഷൻ തരംഗം. അതൊരു കാരണം കൂടിയാണ്. അപ്പോഴേക്കും ഇതിന്റെ ഇത് പോയി. ഇപ്പൊ ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഈ 4 കൊല്ലമായിട്ട് ഇങ്ങനെ ട്രക്കിംഗ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് കാണാനും പറ്റുന്നില്ല. ഇല്ലാണ്ട് വന്നിട്ടില്ല, ഇന്നിപ്പോ കാണുന്നില്ല. അതാണ് ഇതിന്റെ ചെറിയ നല്ല മഴ പെയ്തിട്ട് വന്ന് നോക്കിയോ. അപ്പൊ അതിനുശേഷം നമ്മൾ ഈ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതിനുശേഷമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഞാനൊക്കെ ഇവിടെ നിന്ന് ബൈക്കിൽ പോയി ചേട്ടാ ഇവിടെ ഫാൻഡ് ഹിൽസ് ഏതെന്ന് പറഞ്ഞ ആൾക്കാർ ചോദിക്കും. ഫാൻഡ് ഹിൽസോ എനിക്കറിയില്ല, ചില മറവൂരിലായിരിക്കും, ചാന്തലൂരായിരിക്കും പറയും. അപ്പൊ അവരത് പറഞ്ഞു അല്ല അത് ഇവിടെ തന്നെയാണ്, ഈ ലൊക്കേഷനാണ് കാണിക്കുന്നത്. ഞാൻ ആലോചിക്കാണ് ചില ഈ കുരിശ് വിളിച്ച കഥയൊക്കെ ഉണ്ടല്ലോ, അവിടെയുള്ള മലയാണെന്ന് പറഞ്ഞു. കുരിശ് നേരത്തെ പറഞ്ഞ സ്റ്റോറി. അപ്പൊ അതാണ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇതേ മലയാന്ന് പറഞ്ഞു, ഈ മലയാണ്. അതിനുശേഷമാണ് ഇത് ഇങ്ങനെ പാപ്പാത്തിച്ചോല ഇപ്പൊ ഫാൻറ്റം ഹിൽ. ഇപ്പൊ പുതിയ നാമത്തിൽ പേര് ഫാൻറ്റം ഹിൽസും. അതിന് മുമ്പുള്ളത് പാപ്പാത്തിച്ചോല. പണ്ടും ആൾക്കാർ ആ പേര് ചോദിച്ചു വന്നിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞ ഒരു എത്ര കൊല്ലം മുമ്പ്, ഒരു 8 കൊല്ലം മുന്നേ ഞാൻ പറഞ്ഞില്ല. അതിന് ശേഷമാണ് ഇതിന്റെ ഇതുണ്ടാവുന്നത്. ഇതാണ് ചെറിയൊരു ഹിസ്റ്ററി. ഇപ്പൊ നമുക്ക് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നത് ഈ ഒരു ഫാൻറ്റം ഹില്ലിന്റെ പാപ്പാത്തിച്ചോലയുടെ ഹിസ്റ്ററിയാണ് കേട്ടോ. അതായത് അവരെ നാട് തന്നെയാണിത്. അപ്പൊ അവർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത്രയും കിടിലം വ്യൂസ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ട്രെക്കിങ്ങിന്റെ അവസാനമായിട്ട് കിട്ടുന്നത്. അതായത് താഴേക്ക് നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് പോയോണ്ട് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ നമ്മളെ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം വൈകിയതാണ്. നമ്മളിങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് അവിടുത്തെ കുറേ കാര്യങ്ങളും ഹിസ്റ്ററിയൊക്കെ സംസാരിച്ചാണ് പോകുന്നത്. അങ്ങനെ ലേറ്റ് ആയതാണ്. ഒരു 7:45 ആയപ്പോഴേക്കും നമ്മളെ പ്രോപ്പർട്ടിയിൽ ക്യാമ്പ് ഫയറും മ്യൂസിക്കും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടെ എടുത്തിട്ട് നമ്മൾ ഡിന്നറിലേക്ക് കടന്നിട്ടുണ്ട്. ചപ്പാത്തി, ഗീ റൈസ്, ചിക്കൻ കറി, അതുപോലെ തന്നെ വെജ് കറി, പിന്നെ ബാർബിക്യൂ ചിക്കൻ, ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഡിന്നർ. അങ്ങനെ നല്ലോണം ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങാനുള്ള സമയമായിട്ടോ. എല്ലാവരും തന്നെ അവരവരെ ടെന്റിലേക്കൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഞാനും എന്റെ ടെന്റിലേക്ക് പോവാണ്. അങ്ങനെ നാളെയാണ് ആ ദിവസം. ഞാൻ കുറേ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന കൊളുക്കുമല സൺറൈസ് കാണാൻ പോണ ദിവസം. പുലർച്ചയ്ക്ക് 4 മണിക്ക് തന്നെ നമ്മളെ ജീപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാലിച്ചായൊക്കെ കുടിച്ച് നമ്മളെ ജീപ്പിൽ കയറി കൊളുക്കുമലയിലേക്ക് പോയോണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പുകളൊക്കെ തന്നെ നമ്മളെ പോലെ തന്നെ കൊളുക്കുമല കയറാൻ വേണ്ടി നിൽക്കുകയാണ്. നിങ്ങൾ ഇനി പ്രോപ്പർട്ടി വഴിയല്ല വരുന്നത്, ഡയറക്റ്റ് സൂര്യനെല്ലിയിൽ വന്ന് നിങ്ങൾ തന്നെ ഇവിടുന്ന് ജീപ്പ് വിളിച്ചാണ് വരുന്നത് വെച്ചാൽ ഇതാ ഈ കാണുന്ന കൗണ്ടറിൽ നിന്നാണ് നിങ്ങൾ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുക്കേണ്ടത്. അങ്ങനെ ഒരു 8-10 കിലോമീറ്ററോളം നമ്മൾ ഓഫ് റോഡ് ജീപ്പ് സഫാരി ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തു നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണെങ്കിലും അങ്ങോട്ടേക്ക് പോവാൻ കഴിയാൻ നമ്മളെ കേരളത്തിൽ നിന്ന് സൂര്യനെല്ലി വഴിയാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് നമ്മുടെ തേയിലത്തോട്ടങ്ങൾക്കാണ്. അതുപോലെ തന്നെ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഓഫ് റോഡ് ജീപ്പ് സഫാരി ഒക്കെ ചെയ്തു വന്ന് നമ്മൾ ഈ ഒരു പീക്കിൽ എത്തി കഴിഞ്ഞിട്ടുള്ള ഒരു സൺറൈസ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇത് അടിപൊളിയാണ്. വിദേശത്തുനിന്ന് പോലും ഇത് കാണാനായിട്ട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ.
കേരളത്തിലുള്ള നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സൂര്യോദയമാണ് കൊളുക്കുമലയിലുള്ളത്. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് നിങ്ങളെടുത്ത് പറയാനുള്ളത്, നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ഇൻസ്റ്റാഗ്രാമബിൾ ആയിട്ടുള്ള അത്ര അടിപൊളിയായിട്ടുള്ള സൺറൈസ് ഒന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതായത് ക്ലൗഡ് ബെഡും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളത് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാലും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് അടിപൊളിയായിരിക്കും, അത് ഞാൻ ഉറപ്പ് പറയാണ്. നമ്മളിതൊക്കെ കണ്ടിട്ട് ഓവറായിട്ട് ആഗ്രഹിച്ചു വരുമ്പം അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമാവും. അപ്പം അതിനേക്കാളും ഒക്കെ നല്ലത് എന്താണോ ഉള്ളത് അത് കാണാന്നുള്ളൊരു മട്ടില് പോവാ. ക്ലൗഡ് ബെഡ് കിട്ടണം, അങ്ങനെ കിട്ടണം, ഇങ്ങനെ കിട്ടണം എന്നൊന്നും കരുതി പോവാതെ നിൽക്കുക. എനിക്ക് എന്തായാലും ക്ലൗഡ് ബെഡും കിട്ടിയിട്ടില്ല, ഈവൻ നല്ല അടിപൊളിയായിട്ടുള്ള സൺറൈസും കിട്ടിയിട്ടില്ല. പക്ഷേങ്കിൽ അത്രയ്ക്കും അടിപൊളി ഒരു ട്രിപ്പ് ആയിരുന്നു, അത്രയ്ക്കും മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇനി അതിനുശേഷവും ഞാൻ കൊളുക്കുമല പിന്നെയും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴും എനിക്ക് അങ്ങനെ ഒരു വ്യൂ കിട്ടിയിട്ടില്ല. ഇനി എന്തെങ്കിലും കിട്ടുമായിരിക്കും. അങ്ങനെ കിട്ടുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും അത് നമ്മൾ ഈ ഒരു ചാനൽ വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് നോക്ക്. ഇവിടെ ടെന്റൊക്കെ. കൊളുക്കുമല സൺറൈസ് വ്യൂ പോയിന്റിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്. പക്ഷെ ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പൊ ഇല്ല കേട്ടോ. ഞാൻ റീസെന്റ് ആയിട്ട് കൊളുക്കുമല പോയപ്പോ ഇതിവിടെ കാണാനില്ല. അടിപൊളി. ചിലപ്പോ അവിടെ ഉണ്ടാവും, ടോപ്പിലുണ്ടാവും. അവിടുന്ന് കുറച്ച് ഊട്ടിപ്പൂക്കളൊക്കെ പറിച്ച് കയ്യിൽ വെച്ചിട്ട് നമ്മുടെ അടുത്ത സ്പോട്ടിലേക്കാണ് കേട്ടോ ഇനി നമ്മൾ പോണത്. നമ്മളിപ്പം പോകുന്നത് 8000 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാറിലെ കൊളുക്കുമലയിലെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ്. ഇന്ത്യയിലെ തന്നെ അല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ നമ്മളെ കൊളുക്കുമലയിലുള്ള അടുത്ത വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. കൊളുക്കുമല വ്യൂ പോയിന്റ് എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിളിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു സിംഹത്തിന്റെ ഷേപ്പിൽ വരുന്നിട്ടുള്ള വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇനി പോകുന്നത്. സിംഗപ്പാറെന്നും സിംഗപ്പാറയെന്നും ഒക്കെ അറിയപ്പെടുന്ന വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത്. ഇങ്ങനെ അറിയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു പാറയ്ക്ക് കറക്റ്റ് നമ്മുടെ ഒരു സിംഹത്തിന്റെ ഫേസിന്റെ, സിംഹം വായ തുറന്ന് നിൽക്കുന്ന ഒരു ഷേപ്പാണ് വരുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സിംഗപ്പാറ. ഇതിന്റെ ഒരു വശത്ത് നിന്ന് നോക്കിയാൽ കറക്റ്റ് നമ്മളെ സിംഹം വായ തുറന്ന് നിൽക്കുന്ന പോലെയാണ്. ഇവിടെ വന്നാൽ ഇങ്ങനെ ഒരു ഫോട്ടോ നിർബന്ധമാണ് കേട്ടോ, സിംഹത്തിന്റെ വായക്ക് കൈ വെക്കുന്ന രീതിക്ക്. അങ്ങനെ നമ്മളെ ഈ ഒരു ട്രിപ്പ് ഇവിടെ കഴിയാണ് കേട്ടോ. നമ്മള് കൊളുക്കുമല വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് ഇനി നേരെ പ്രോപ്പർട്ടിയിലേക്ക് പോവാണ്. ഒരുപാട് നല്ല മനുഷ്യന്മാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി, ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി.
അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ അത്രയ്ക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഇതൊരു സോളോ ട്രിപ്പ് ആയിരുന്നെങ്കിലും പോണ വഴി എനിക്ക് ഒരുപാട് നല്ല കൂട്ടുകെട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ. ഇനിയിപ്പോ നമ്മളെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നേരെ പ്രോപ്പർട്ടിയിൽ പോവുക, അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അത് കഴിക്കുക, എന്നിട്ട് നേരെ നാട്ടിലേക്ക് പോവുക. സൂര്യനെല്ലിന്ന് 10 മണി ആകുമ്പോഴേക്കും പെരുമ്പാവൂര് ബസ് ഉണ്ട്. അപ്പൊ ഞാൻ നേരെ പെരുമ്പാവൂർക്കാണ് പോണത്. പെരുമ്പാവൂരിന്ന് നേരെ പിന്നെ കോഴിക്കോടേക്ക്. ഞാൻ അതൊന്നും തന്നെ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കോഴിക്കോട് എത്തുന്നതിന്റെ മുന്നേ രാമനാട്ടുകര എന്റെ നാട്ടിലാണ് ഞാൻ ഇറങ്ങിയത്. അവിടേക്ക് രാത്രി അച്ഛൻ കൂട്ടാൻ വന്നതായിരുന്നു. നല്ല ചൂട് ദോശയും ഇഡ്ഡലിയും ഉഴുന്നുവടയും കൂടെ നല്ല സാമ്പാറും ചട്നിയും ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ രാവിലത്തെ ഭക്ഷണം. ഈ ഒരു ടെന്റ് വില്ല എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടുത്തെ ഫുഡ്. അടിപൊളിയാണ് കേട്ടോ. 2-3 ഐറ്റംസ് ഒക്കെയാണ് രാത്രി ആയാലും രാവിലെ ആയാലും ഇവര് നമുക്ക് ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതും വെറും 1800 രൂപയ്ക്കാന്നുള്ളത് ഓർക്കണം കേട്ടോ. ഈ ഒരു പ്രോപ്പർട്ടീന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേ. നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഇനിയും ഇതുപോലെയുള്ള യാത്രകളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ആയിട്ടില്ല കേട്ടോ, കഴിഞ്ഞില്ല. പോകുന്നതിന്റെ മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ചെറിയൊരു കാര്യം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റി വെക്കണ്ട, സമയം കണ്ടെത്തിയിട്ട് അതൊക്കെ നേടിയെടുക്കുക. ഇതായി കാണുന്ന ബുക്കിൽ പറയും പോലെ ഫോളോ യുവർ ഡ്രീംസ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.